ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം അതിൻ്റെ 43 വാക്യം. ഞാൻ രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. ഓരോരുത്തരും അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം വാങ്ങുവാനായിട്ട് കടന്നു വരുന്ന സമയമാണ്. കർത്താവ് താൻ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വന്ന സിംഹാസനത്തിരിക്കുമ്പോൾ സകല മനുഷ്യരെയും സകല ജാതികളെയും തൻ്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവരിൽ ചിലരെ പ്രത്യേകം പേർ വിളിച്ച് വേർതിരിച്ച് വലത്തുഭാഗത്ത് നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി ശേഷിച്ചവരെ തൻ്റെ ഇടത്തുഭാഗത്ത് നിർത്തുകയാണ്. എന്നിട്ട് വലത്തുഭാഗത്തുള്ളവരോട് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ രാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക. എന്നിട്ട് ഇടത്ത് ഭാഗത്തുള്ളവരോട് പറയുകയാണ്, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പ്രവേശിച്ചുകൊള്ളുവാൻ പറയുകയാണ്. ഇങ്ങനെ നിത്യ അഗ്നിയിലേക്ക് പ്രവേശിക്കുവാൻ വിധിക്കപ്പെട്ടവർ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾ നിത്യാഗ്നിക്ക് പോകുന്നത്? അവർ രാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് പറഞ്ഞു വിട്ടവരെ അവരുടെ കൂടെ തന്നെയാണല്ലോ ഞങ്ങൾ ഭൂമിയിൽ അവരുടെ ഒപ്പമായിരുന്നു. എന്നിട്ടും ഞങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് നിത്യ അഗ്നിയുടെ അനുഭവത്തിലേക്ക് വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്, ഞാൻ രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഈ ചെറിയവനിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം അതെനിക്കാണ് ചെയ്യാഞ്ഞതെന്ന് പറയുകയാണ്. അതായത് ഈ നിത്യ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, നിത്യ അഗ്നിയുടെ അനുഭവത്തിലേക്ക് പോകാൻ പറഞ്ഞവർ, അവർ കർത്താവിനോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് കർത്താവെ നിന്നെ ഞാൻ രോഗിയും തടവിലുമായി കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരോട് കർത്താവ് പറയുകയാണ്, ഈ ചെറിയവനിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞത് അതെന്നോട് എനിക്ക് ചെയ്യാഞ്ഞതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിത്യ അഗ്നിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ രോഗിയും തടവിലുമായിരിക്കുന്നവരെ കാണാൻ പോകാത്തത് പാപമാണ്. നമ്മുടെ ഇടവകയിലോ സമൂഹത്തിലോ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉള്ളവരെ നമ്മൾ രോഗത്തിലും പ്രയാസമൊക്കെയാണ്, അവരെ കാണാൻ പോകുന്നില്ല എന്നൊക്കെ, അവരോട് ശത്രുതയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ കാണാൻ പോകുന്നില്ല എന്നത് അത് പാപമാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. പ്രത്യേകിച്ച് ഈ തടവിലാകപ്പെടുന്ന ഒരനുഭവം, തടവിൻ്റെ അനുഭവം, തടവറയുടെ അനുഭവം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞത് ഈ കോവിഡ് സമയത്താണ്. അത് പ്രത്യേകിച്ച് ഈ രോഗം ബാധിച്ചവർ, കോവിഡ് ബാധിച്ചവർ ഒറ്റ മുറിയിൽ, ഒരു മുറിയുടെ 4 ചുവരിനുള്ളിൽ അകപ്പെട്ടു പോയി. ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു പോയപ്പോൾ അവരനുഭവിച്ച വേദനയുണ്ടല്ലോ, അപ്പോഴാണ് അവർ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ അനുഭവം തിരിച്ചറിയുന്നത്. അങ്ങനെ ദുസ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ കിടക്കുമ്പോൾ ആ കോവിഡ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അവരാദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ഈ അവരുടെ കൂട്ടിൽ ഇട്ട കിളികളെയൊക്കെ പറത്തി വിട്ടു, അല്ലെങ്കിൽ കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന പട്ടികളെയൊക്കെ അവർ അഴിച്ചു വിട്ടു തുടങ്ങി. അതങ്ങനെ നമ്മൾ വായിച്ചു. അങ്ങനെ അതായത് ഈ കോവിഡിൻ്റെ ആ അനുഭവത്തിൽ മുറിയിലകപ്പെട്ടവർ അപ്പോഴാ അവരുടെ ജീവിതത്തിലൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ തടവറയുടെ അനുഭവം ആയപ്പോഴാണ് ഈ കൂട്ടിൽ അകപ്പെട്ട കിളികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊക്കെ ആ ഒരു അനുഭവം അവരുടെ അപ്പോൾ എന്തുമാത്രം ത്യാഗമാണ് ജയിലിൽ കിടക്കുന്നവർ, എന്തുമാത്രം വിഷമങ്ങളാണ് ഈ ജയിലിൽ കിടക്കുന്നവരൊക്കെ അനുഭവിക്കുന്നറിഞ്ഞ് അവരെ ഇറക്കി വിടുകയാണ്, ഈ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളെയൊക്കെ. എൻ്റെ വീടിന് അടുത്ത് ഒരു പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അതായത് വസ്തു വാങ്ങിച്ച് മനോഹരമായൊരു വീട് വെച്ച് ഈ ഓണത്തിനാണ് അവർ താമസം മാറുന്നത്. അപ്പം അവരുടെ ആ വസ്തുവും ഞങ്ങളുടെ വസ്തുവുമായിട്ട് വേർതിരിക്കുന്ന അതിരെന്ന് പറയുന്നത് ഒരു അരമതിൽ ഭിത്തിയാണ്. അപ്പോൾ ആ അരമതിൽ ഭിത്തിയോട് ചേർത്ത് അപ്പുറത്താണ്, ആ ഭിത്തിയോട് ചേർന്ന് തന്നെയാണ് അവരുടെ ആ മനോഹരമായ വീട്. അപ്പോൾ ഇവർക്ക് ഒരു പട്ടിയുണ്ട്, 2 വയസ്സുള്ളൊരു പട്ടിയാണ്. അതിൻ്റെ പേര് ടിറ്റി എന്നാണ്. അപ്പോൾ അതിനെ അവർ അതിൻ്റെ കൂടെന്ന് പറയുന്നത് ഒരു ഇരുമ്പഴി കൂടുകയാണ്. അതായത് ഒരു ഇരുമ്പ് കമ്പി കൊണ്ടുള്ള ഒരു കൂടാണ്. അപ്പോൾ ആ കൂട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്, പോർട്ടബിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ ഇത് അല്പം ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഒരു വരി സിമെൻറ്റ് കട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പട്ടിക്കൂട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ അരഭിത്തിയുടെ ആ കൂടിൻ്റെ 3/4 ഭാഗവും ഈ അരഭിത്തിക്ക് മുകളിലാണ്. അപ്പോൾ ഈ പട്ടിയെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പട്ടിയെ അവർ കൊടും കുറ്റവാളിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എപ്പോഴും അതിൻ്റെ കഴുത്തിൽ ആ തുടലുണ്ട്, ആ തുടൽ അഴിക്കത്തേയില്ല.
അപ്പം ഈ തൊടലോട് കൂടിയാണ് ഇതിനെ പുറത്ത് രാവിലെ ഒരു അരമണിക്കൂർ ഇറക്കും, വൈകുന്നേരം ഇറക്കും. എന്നിട്ട് ഈ തൊടലോട് കൂടി തന്നെ അകത്ത് ആ അഴിക്കുള്ളിൽ കെട്ടിയിടും. അപ്പം പറയുന്നത് ഇത് ഭയങ്കരമായിട്ട് പിന്നെ കടിക്കുന്ന പട്ടിയാണ്, കോപമുള്ളതാണ് എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെപ്പോഴും കെട്ടിയിടുന്നത്. ഒരു കുറ്റവാളി, ഒരു കൊടും കുറ്റവാളിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ക്രോധമാണ്, ഭയങ്കര ഭീകരമാണ് അതിൻ്റെ മുഖം. അതെപ്പോഴും 24 മണിക്കൂറും കുരച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ശബ്ദത്തിലാണ്, ഭയങ്കര അരോചകമാണ്. പക്ഷേ അയൽപക്കമൊക്കെയാണ്, നമ്മൾ സ്നേഹിച്ച് പറഞ്ഞ് സഹകരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ പട്ടി എപ്പോഴും ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്കും ഒരു പട്ടിയുണ്ട്. ആ 2 അത് 1.5 വയസ്സ്, 2 വയസ്സാകുന്നേ ഉള്ളൂ. അതിൻ്റെ പേര് മിക്കി എന്നാണ്. അപ്പോൾ അതിനെ രാവിലെ 6 മണിക്ക് അഴിച്ചു വിടും. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ 9 മണിക്കാണ് കയറ്റുന്നത്. അതുവരെ ഈ കോമ്പൗണ്ടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കും. പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് ആഹാരമൊക്കെ കഴിച്ച് 9 മണിക്ക് കയറും. വൈകുന്നേരം 4 മണിക്ക് അഴിച്ചു വിടും. അത് ഇതുപോലെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം 6 മണിക്ക് കയറ്റും. ഇതാണ് ആ പട്ടിയുടെ ശൈലി, ആ മിക്കിയുടെ ശൈലി. ഇത് വലിയ അത് കുരയ്ക്കത്തില്ല. ആരെങ്കിലും സ്ട്രെയിഞ്ച് അല്ലെങ്കിൽ പുതിയതായിട്ട് അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വന്നാൽ മാത്രമേ കുരയ്ക്കുകയുള്ളൂ. അപ്പോൾ ഈ പട്ടികൾ തമ്മിൽ ഈ മിക്കിയെ അഴിച്ചു വിടുമ്പഴ് ആദ്യം കാണുമ്പഴ് ആ ടിറ്റിയും അപ്പുറത്തെ പട്ടിയും ഈ പട്ടിയും തമ്മില് ഭയങ്കര വെല്ലുവിളിയാണ്. കുരച്ച് ചെല്ലെന്ന് നിൽക്കുകയാണ്. ഭയങ്കര വെല്ലുവിളിയാണ്. അങ്ങനെ മറ്റേതിനെ ഒന്ന് ഇറക്കി വിട്ടാല് ഇതിനെ കടിച്ച് പിച്ച് ചീന്തും. അത്ര രീതിയിൽ ഇങ്ങനെ കുരച്ച് നിൽക്കുകയാണ്. അപ്പം ക്രമേണ ഇവര് കണ്ട് ഇവര് ദോസ്തുക്കളായി. ഇങ്ങനെ ദോസ്തുക്കളായി ഇപ്പഴ് ഈ മിക്കിയെ അഴിച്ചു വിട്ട് കഴിഞ്ഞ ഉടൻ അവിടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ഓടിച്ചെന്ന് ഈ അരഭിത്തിയിലോട്ട് ഇങ്ങനെ കാല് വെച്ചിട്ട് മറ്റേ ചിറ്റിയും ഇങ്ങനെ സംസാരിക്കും. അവരുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. വാലാട്ടും. ഇങ്ങനെ നാക്കൊക്കെ നീട്ടി ഇങ്ങനൊരു പുഞ്ചിരിയോടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ക്രമേണ ഇപ്പൊ അത് കുരയ്ക്കത്തില്ല. അവിടെ ആരെങ്കിലും ആൾക്കാർ വന്നാൽ ആ പട്ടിക്ക് അതിനെ പരിചയമില്ലാത്ത ആൾക്കാർ വന്നാൽ മാത്രമേ കുരയ്ക്കുകയുള്ളൂ. വളരെ ശാന്തമായി. ഇപ്പൊ ഇപ്പൊ അതിന് ഒരു പ്രതീക്ഷയാണ്. തന്നെ കാണാൻ ആരോ വരുന്നുണ്ടല്ലോ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു 6 മണി മുതൽ ഇങ്ങനെ രാവിലെ 6 മണി മുതൽ ഈ മിക്കിയെ കാത്തിരിക്കുകയാണ്. തൻ്റെ അടുത്ത് വന്ന് ഒന്ന് മനസ്സ് തുറക്കാൻ. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരവും ഇത് കാത്തിരിക്കും. അപ്പൊ ഇങ്ങനെ കാത്തിരിക്കുകയും ഈ മിക്കിയും ഓടിച്ചെന്ന് സംസാരിച്ച് ചിരിച്ചു പറഞ്ഞ് അവിടെ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, വാലൊക്കെ ആട്ടി ഇങ്ങനെ ഇരിക്കും. വളരെ ശാന്തമായി. പ്രിയമുള്ളവരെ, ഇത് ഈ മിണ്ടാപ്രാണികളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ അത് നമ്മളെ കാണിച്ചു തരുന്ന ഇതാണ്. തടവറയിലെ അനുഭവം ഉള്ളവരെ, അല്ലെങ്കിൽ രോഗത്തിലും പ്രയാസമായിരിക്കുന്നവരൊക്കെ പോയിന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു ആശ്വാസം. ഈ ടിറ്റി എന്ന പട്ടി എന്തൊരു ക്രൂരനായിരുന്നു, എന്തോ ഒരു ഇതായിരുന്നു. എന്നാല് ഈ മിക്കി അതിനെ കണ്ടു തുടങ്ങിയപ്പോൾ, അവർ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ വളരെ ശാന്തനായി. അപ്പൊ ഇതുപോലെ തന്നെ ഈ തടവറ അല്ലെങ്കിൽ ജയിലെന്ന് പറയുന്നത് ഈ നമ്മുടെ സിവിൽ ജയിൽ മാത്രമല്ല. ക്രിമിനൽ കുറ്റവാളികളെ ഇടുന്ന ആ ജയിൽ മാത്രമല്ല കാരാഗൃഹം എന്ന് പറയുന്നത്. കാരാഗൃഹം എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിലെ മുറിയും ഒരു കാരാഗൃഹമാകും. നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ്. പ്രത്യേകിച്ച് പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഒരു മുറിക്കുള്ളില് അങ്ങനെ ആ 4 ഭിത്തികൾക്കുള്ളില് ഒരു ജയിലറ പോലെ അവിടെ ഇങ്ങനെ കഴിയുമ്പഴ്, അല്ലെങ്കിൽ ഈ മക്കളുടെയും കൊച്ചുമക്കളുടെയും മരുമക്കളുടെയും ഒക്കെ സുഗ്രീവാജ്ഞയുണ്ട്. അപ്പച്ചാ അമ്മച്ചി വെളിയിൽ ഇറങ്ങരുത്, ഇവിടെ പലര് വരുന്നവരാണ്. നിങ്ങൾ അവിടെ കിടന്നോണം എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങാൻ പറ്റാതെ ഒരു ജയിലിനുള്ളിൽ കിടക്കുന്ന അവസ്ഥയിലിരിക്കുമ്പഴ്, നമ്മൾ അവരെയൊക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പറയാനുണ്ട്. അവരുടെ മനസ്സ് തുറക്കാനുണ്ട്. അപ്പൊ അങ്ങനെ തുറക്കുമ്പഴ് ഈ ടിറ്റി എന്ന പട്ടി ഇതുപോലെ ക്രൂരനും ദേഷ്യവും, അതിന്റെ മുഖമൊക്കെ ഭയങ്കര ക്രൂരമായിരുന്നു. അവരുടെ അത് മാറി ശാന്തമായതുപോലെ ഇവരുടെ മനസ്സ് പ്രക്ഷുബ്ധമാണ്. ഭയങ്കര പല ചിന്തകളാൽ ഫ്രസ്ട്രേഷൻ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്തേക്ക് നമ്മുടെ പ്രാർത്ഥനയോക്കാരും ശുശ്രൂഷ സംഘത്തിലെ ആൾക്കാരും ഒക്കെ ഒന്ന് ചെല്ലുമ്പഴ് അവർക്ക് ഒരുപാട് ആശ്വാസമാണ്. പ്രത്യേകിച്ച് സ്ട്രോക്കൊക്കെ വന്ന് അനങ്ങാതെ ഒരേ കിടപ്പ് കിടക്കുന്നവർക്ക് അവർ ഹോം നേഴ്സൊക്കെ ഉണ്ടായിരിക്കും. ആ ഹോം നേഴ്സൊക്കെ എന്ന് പറയുന്നത് ഒരു എല്ലാവരുമല്ല, ശുശ്രൂഷ മനോഭാവത്തോടെ ഒന്നുമല്ല എല്ലാവരും ചെയ്യുന്നത്. കാരണം അവര് വാങ്ങിക്കുന്ന കൂലിയുണ്ടല്ലോ, അതിനനുസരിച്ച് ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ ജോലി മാത്രം നിർവഹിക്കുക. അവിടെ ഒരു സ്നേഹത്തിൻ്റെ എല്ലാവരെയും അല്ല പറയുന്നത്. കാടടച്ച് വെടിവെക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു അനുഭവം. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പഴ് ആ ജയിലിൻ്റെ അനുഭവമൊക്കെ ഉള്ളവരെ, അവിടെ ആ തടവറയിൽ അകപ്പെട്ട അവസ്ഥയിലുള്ള ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ചെന്ന് കാണുമ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസമാണ്. പ്രമേഹ രോഗമൊക്കെ പിടിച്ച് കാലൊക്കെ മുറിച്ച്
ഇട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ജയിലറിൻ്റെ അനുഭവമാണ്. അവിടെ ഒക്കെ നമ്മൾ കാണാൻ ചെല്ലുമ്പഴ് അവർ വളരെ ശാന്തമാണ്. ഈ 60 കഴിഞ്ഞാൽ മുറുമുറുപ്പ്, മൂശയൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ മാറിപ്പോവും. അവരുടെ ജീവിതത്തിലേക്ക് ആ തടവറയുടെ അനുഭവത്തിലായിരിക്കുമ്പഴ് അവരെ ചെന്ന് കണ്ടൊന്ന് ആശ്വസിപ്പിക്കാൻ അവർക്കൊരു ആശ്വാസമാണ്. ഞങ്ങളെയും കാണാൻ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. ഈ നമ്മുടെ ജയിലിലായി തന്നെ ആ ജയിലില് കൊടും കുറ്റവാളിയുടെ കൂടെ ഒരുപാട് നിരപരാധികൾ കിടപ്പുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പോക്സോ കേസും സ്ത്രീ പീഡന നിയമവും ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് ആരെയും അകപ്പെടുത്താൻ ചുമ്മാ ഒരു ആരോപണം പറഞ്ഞാൽ മതി. അത് വലിയ അന്വേഷണമൊന്നുമില്ലാതെ പിടിച്ച് ജയിലിലിടുന്ന ഒരു അനുഭവം കൂടിയുണ്ട്. എല്ലാ കേസിലും ഇല്ല. എന്നാൽ മാക്സിമം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ 10-70 വയസ്സുള്ള ഒരു സാധു മനുഷ്യന് ഒരു സ്കൂളിലെങ്ങാണ്ട് സെക്യൂരിറ്റി ജീവനക്കാരനാണെന്നാ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നോക്കുമ്പഴ് 10-15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു വാളി ചെറുക്കൻ, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു പയ്യനുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു പയ്യനുമായിട്ട് ഇങ്ങനെ എപ്പോഴും വെളിയിലൊക്കെ പോവുകയും വരികയും ഒക്കെ ചെയ്ത് കണ്ടപ്പഴ് ഈ നല്ലവനായ മനുഷ്യൻ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചു. ഇത് മാതാപിതാക്കളെ അറിയിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഇയാളോട് വിരോധമായി കഴിഞ്ഞ് ഈ ആ ആ ആ പയ്യനും ഇവളും കൂടെ ചേർന്ന് ഇയാളെ ഒരു ആരോപിതനാക്കുക. പറയാണ് ഇവളോട് അപമര്യാദയായി പെരുമാറി തെറ്റായ രീതിയിൽ സമീപിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസിൽ കുടുക്കി, പോക്സോ കേസിൽ കുടുക്കി അദ്ദേഹത്തെ അകത്താക്കി. എന്നാൽ ഇദ്ദേഹത്തെ അറിയാവുന്ന നല്ലൊരു വക്കീല്, ഇദ്ദേഹത്തെ നല്ലൊരു വർഷങ്ങളായി അറിയാവുന്ന നല്ലൊരു മനുഷ്യന് ആ വക്കീൽ ആ കേസെടുത്ത് അദ്ദേഹത്തെ വെളിയിലിറക്കി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും മക്കളെന്താ പറഞ്ഞതെന്നറിയാമോ? ഞങ്ങളുടെ അപ്പന് ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിച്ചേനെമായിരുന്നു. ഇങ്ങനെ വൃത്തികെട്ട വീടിനൊക്കെ കുടുംബത്തിനൊക്കെ അപമാനം വരുത്തി ഒരു പോക്സോ കേസിലൊക്കെ വിധേയനായ ഒരു പോക്സോ കേസിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ ഞങ്ങൾ വീട്ടിൽ സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവരാ ജയിലിൽ പോയി കാണുപോലും ചെയ്തില്ല. എത്ര വിഷമമായിരിക്കും എന്ന് ആലോചിക്കണം. എന്നിട്ടും അദ്ദേഹം ഇറങ്ങിയപ്പഴ് അദ്ദേഹത്തിന് ആരോടും ഒന്നും വിരോധമില്ലെന്നാ പറയുന്നത്. ഇതേപോലെയുള്ള ഒരുപാട് കേസുകൾ, അതായത് തൻ്റേതല്ലായ കാരണത്താൽ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ പക വീട്ടാനായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നടന്നില്ല എങ്കില് ഇതുപോലെ സ്ത്രീപീഡന കേസിലും അല്ലെങ്കിൽ പോക്സോ കേസിലും ഒക്കെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തള്ളിവിടുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ഉണ്ട്. നിരപരാധിയായ ആൾക്കാർ. അപ്പോൾ അവരോടൊക്കെ മനസ്സിങ്ങനെ കിടന്ന് വേവുകയാണ്. അപ്പോൾ അവരെയൊക്കെ ചെന്ന് കണ്ട് അവർ പറയാനുള്ളതൊന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ എന്ത് ആശ്വാസമാണെന്നറിയാം. നമ്മൾ അപ്പം അവരെ ഒരുപക്ഷെങ്കിൽ ജയിലിൽ പോയി നമുക്ക് കാണാൻ സാവകാശമില്ലെങ്കിലും നമ്മുടെ വീട്ടിനുള്ളിൽ അകപ്പെട്ട തടവറയിൽപ്പെട്ട ആൾക്കാരെയൊക്കെ ചെന്ന് കണ്ട് അവരെയൊക്കെ ആശ്വസിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് തെറ്റാണെന്നാണ് യേശു തമ്പുരാൻ പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മാത്രമല്ല പാപങ്ങൾ. ചെയ്യാത്ത സുഹൃതങ്ങളും പാപങ്ങളാണ്. നമ്മുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് ആ ഭക്തിത്തോട് കൽപ്പനയാണ്. അത് ചെയ്തില്ലെങ്കിൽ അത് പാപമാണ്. അല്ലെങ്കിൽ ഈ രോഗത്തിലും തടവിലും ഒക്കെ ആയിരിക്കുന്നവരെ ചെന്ന് കാണുക. കണ്ടില്ലെങ്കിൽ ആ സുഹൃതം ചെയ്തെങ്കിൽ അത് പാപമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഹൃതം ചെയ്യാം. ആ സുഹൃതമാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ ജീവിച്ചു, എത്രമാത്രം സ്വത്തുണ്ട്, എത്രമാത്രം ഏക്കർ റബ്ബർ തോട്ടമുണ്ട്, വലിയ വീടുണ്ട്, അതൊന്നുമല്ല ചോദിക്കുന്നത്. അവിടെ ചോദിക്കുമ്പഴ് അവിടെ ചെല്ലുമ്പോൾ ഭീകര സിംഹാസന സഭയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ സുഹൃതങ്ങളാണ്. ആ സുഹൃതങ്ങൾ ചെയ്യുന്നവരെയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതാ തൻ്റെ ഇടത്ത് ഭാഗത്ത് നിൽക്കുന്നവരോട് പറയാണ്, എന്നെ വിട്ടുപോകുവിൻ എന്നാ പറയുന്നത്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ആ സ്വരം കേൾക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതോ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതാ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ രാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് എന്നോടുകൂടെ പാർപ്പാൻ നിങ്ങൾ കടന്നു വരുവീൻ എന്നാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വാക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ സുഹൃതം ചെയ്യണം. അങ്ങനെ സുഹൃതം ചെയ്ത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് സ്വരം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.